മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സീമന്തിനെയാണെങ്കിൽ കണ്ണനെ കാണാനായിട്ട് കമലേശ്വരത്തോട്ട് വരുന്നുണ്ട്. അപ്പോഴേക്കും ദുർഗയാണ് വാതിൽ തുറക്കുന്നതും ദുർഗ കാണുന്നതും വാ കയറി വരുമെന്നും പറഞ്ഞ് അകത്തോട്ട് വിളിച്ച് കയറ്റുന്നുണ്ട്. ഞാൻ കണ്ണനെ കാണാൻ വന്നതാണെന്നെല്ലാം സീമന്തിന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ദുർഗ പറയുന്നുണ്ട്, അവനാണെങ്കിൽ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചെയ്തതുകൊണ്ടല്ലേ ഇപ്പോൾ ജയിലിലായതെന്നെല്ലാം പറയുന്നുണ്ട്. അവനെ ആരോ കുടുക്കിയതാണെന്നെല്ലാം സീമന്തിന് തിരിച്ച് പറയുന്നുണ്ട്. അങ്ങനെ കണ്ണനെ കാണുന്നതും കണ്ണൻ ചോദിക്കുന്നുണ്ട് എന്താണ് വന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും മേഘനെ എങ്ങനെയെങ്കിലും ജയിലിൽ നിന്നും പുറത്തിറക്കണമെന്നെല്ലാം പറയുന്നുണ്ട് കണ്ണനോട്. കണ്ണൻ പറയുന്നുണ്ട് ആ ഒരു കാര്യം മാത്രം അമ്മായി എന്നോട് പറയരുതെന്ന് പറയുന്നുണ്ട്. അമ്മായിയും അമ്മാവനും കൂടെ അവനെ വളർത്തി വലുതാക്കി ഒരു ക്രിമിനലാക്കി കഴിഞ്ഞു. ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അവന് വക്കാലത്ത് പിടിക്കാൻ എൻ്റെ അടുത്ത് വരണ്ട എന്നെല്ലാം കണ്ണനാണെങ്കിൽ നേരിട്ട് തന്നെ പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന സീമന്തിനിക്കാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ കണ്ണനെയും മഹാലക്ഷ്മിയും പ്രാകുന്നുണ്ട് സീമന്തിനി. എന്നിട്ട് പറയുന്നത്, നീ എന്നും ഒരു കാലം ഗുണം പിടിക്കില്ല, ഇവൾ വന്നോടുകൂടിയാണ് നിനക്ക് ഞങ്ങളെ ഒന്നും വേണ്ടാതായതെന്നെല്ലാം പറയുന്നുണ്ട്. എന്നിട്ട് കരുണയോട് പറയുന്നുണ്ട്, മോളെ നിൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെടുത്തിയതും ഇവൾ ഒറ്റ ഒരുത്തിയാണെന്നെല്ലാം പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന കരുണയ്ക്ക് വളരെ ദേഷ്യമാകുന്നുണ്ട്. ഒരമ്മയുടെ ശാപമാണ് നിനക്കും മഹാലക്ഷ്മിക്കും, അത് ഏക്കുക തന്നെ ചെയ്യും, നിങ്ങളൊന്നും ഒരിക്കലും ഗുണം പിടിക്കില്ല എന്നെല്ലാം വീണ്ടും വീണ്ടും പ്രാകുന്നത് കേൾക്കുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, നിരപരാധികളെ ദൈവം ശിക്ഷിക്കുകയോ ഇല്ലയെന്ന് നമുക്കൊന്ന് കാണാമെന്ന് പറയുന്നുണ്ട്. പിന്നീട് ദുർഗയോടായിട്ട് കരുണ പറയുന്നുണ്ട്, എൻ്റെ മനസ്സിൽ പല പ്ലാനുകളുമുണ്ട്, അവളുടെ മുന്നിൽ ജയിക്കണമെങ്കിൽ അവളുടെ ആ അയ്യപ്പ വിഗ്രഹം ഇവിടെ നിന്ന് മാറ്റുക തന്നെ ചെയ്യണം, അല്ലാതെ നമ്മൾക്കൊരിക്കലും രക്ഷപ്പെടാൻ സാധിക്കില്ല എന്നൊക്കെ കരുണ പറയുന്നത് കേൾക്കുമ്പോഴേക്കും ദുർഗ പറയുന്നുണ്ട്, മോള് പറഞ്ഞോളൂ, എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാണ്, അതിന് ഈ അമ്മ ഒരുക്കമാണെന്നെല്ലാം പറയുന്നത് കേൾക്കുമ്പോഴേക്കും കരുണ പറയുന്നുണ്ട്, എന്നാൽ ഉടനെ തന്നെ നമുക്ക് അതിനുള്ള പ്ലാനുകൾ ചെയ്യണം അമ്മേ, അല്ലാതെ ഇങ്ങനെ പോയാൽ പറ്റില്ല, അവളുടെ മുന്നിൽ എനിക്കൊരു പ്രാവശ്യമെങ്കിലും ജയിക്കണമെന്നെല്ലാം കരുണ പറയുന്നുണ്ട്. പിന്നീട് മഹാലക്ഷ്മി ആണെങ്കിൽ മഞ്ജുവിനെ കാണാനായിട്ട് ടെക്സ്റ്റൈൽസിൽ ചെല്ലുന്നുണ്ട്. അങ്ങനെ മഞ്ജുവിനെ കാണുന്നതും സന്തോഷത്തോടു കൂടി തന്നെ മഹാലക്ഷ്മി അങ്ങോട്ട് ചെല്ലുകയും ചെയ്യുന്നുണ്ട്. മഹാലക്ഷ്മിയെ കാണുന്നതും മഞ്ജുവിനാണെങ്കിൽ വളരെ സന്തോഷമാകുന്നുണ്ട്. അങ്ങനെ ഏട്ടത്തി എന്ന് പറഞ്ഞുകൊണ്ട് മഞ്ജു ആണെങ്കിൽ മഹാലക്ഷ്മിയുടെ അടുത്ത് ചെല്ലുന്നതും മഹാലക്ഷ്മി ആണെങ്കിൽ മഞ്ജുവിനെ കണ്ട് വളരെ സന്തോഷിക്കുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, മോളെ നിന്നോട് ഞാനൊരു കാര്യം പറയാനാണ് ഇവിടെ വന്നത്. ഞാനും കണ്ണേട്ടനും കൂടെയെല്ലാം ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. നമ്മുടെ ഫൈനാൻസിയേഴ്സിൽ നിനക്ക് അക്കൗണ്ടൻ്റായിട്ടൊരു ജോലി തരാനാണ് ഞാനും കണ്ണേട്ടനും തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ ജോലിയെല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാമെന്നെല്ലാം മഹാലക്ഷ്മി പറയുന്നത് കേൾക്കുമ്പോഴേക്കും മഞ്ജു പറയുന്നുണ്ട്, ഏട്ടത്തി എന്നോട് ക്ഷമിക്കണം, ഞാനും സാഗരേട്ടനും ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ഏട്ടത്തി, ആരുടെയും സഹായമില്ലാതെ തന്നെ നമുക്ക് നമ്മുടെ സ്വന്തം കാലിൽ തന്നെ നിൽക്കണമെന്ന് ഞങ്ങൾ രണ്ടുപേരും ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ആരുടെയും സഹായം കൈപ്പറ്റണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഇങ്ങനെയൊക്കെ തന്നെ ഞങ്ങളുടെ ജീവിതം സന്തോഷകരമായിട്ട് തന്നെ മുമ്പോട്ട് പോവുകയാണ് ഏട്ടത്തി എന്നെല്ലാം പറയുന്നുണ്ട്. കണ്ണേട്ടനും ഏട്ടത്തിയും ഞങ്ങളെ മനസ്സിലാക്കിയല്ലോ, സാഗരേട്ടൻ നിരപരാധിയാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായില്ല, അത് മാത്രം മതി, നിങ്ങളുടെ സ്നേഹം ഞങ്ങൾക്ക് എപ്പോഴും ഉണ്ടായാൽ മാത്രം മതി, ഈ ഒരു സഹായം ഞങ്ങൾക്ക് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നുണ്ട് മഞ്ജു. ഇത് കേൾക്കുന്ന മഹാലക്ഷ്മിക്കാണെങ്കിൽ വളരെ സന്തോഷമാകുന്നുണ്ട്. മഞ്ജു ആണെങ്കിൽ സ്വന്തം കാലിൽ നിൽക്കാനെല്ലാം പഠിച്ചു കഴിഞ്ഞു. അതുമല്ല അവളുടെ പഴയ സ്വഭാവമെല്ലാം മാറി നല്ല ഒരു രീതിയിലോട്ട് വന്നത് കാണുമ്പോഴേക്കും മഹാലക്ഷ്മിക്ക് വളരെ സന്തോഷമാകുന്നുണ്ട്. അങ്ങനെ സന്തോഷത്തോടു കൂടി അവിടെ നിന്ന് യാത്ര പറഞ്ഞ് പോവുകയാണ് മഹാലക്ഷ്മി. പിന്നീടാണെങ്കിൽ മുത്തശ്ശിയെയും പ്രതാപനെയുമാണ് കാണിക്കുന്നത്. മുത്തശ്ശി പറയുന്നുണ്ട്, എടാ ഇങ്ങനെയൊന്നും പോയതുകൊണ്ടായില്ല നമ്മളുടെ മോളുടെ സന്തോഷം ഇനി നമ്മൾക്ക് കാണാൻ കഴിയണം, അതുകൊണ്ട് അയ്യപ്പ വിഗ്രഹത്തിൻ്റെ കാര്യത്തിൽ ഗൗരവമായിട്ട് തന്നെ നമ്മൾ ചിന്തിക്കണം പ്രതാപ എന്നെല്ലാം മുത്തശ്ശി പറയുന്നത് കേൾക്കുമ്പോൾ പ്രതാപനാവണമെങ്കിൽ അതിന് സമ്മതിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നു, എത്രയും പെട്ടെന്ന് തന്നെ അയ്യപ്പ വിഗ്രഹം അവിടെ നിന്നും എടുത്തു മാറ്റാൻ കരുണമോളോട് പറയണമെന്നെല്ലാം പ്രതാപനോട് പറയുന്നുണ്ട് മുത്തശ്ശി. അതും പ്രകാരം പ്രതാപനാണെങ്കിൽ കരുണയോട് വിളിച്ച് പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് തന്നെ അവിടെ നിന്നും ആ അയ്യപ്പ വിഗ്രഹം നിങ്ങൾ എടുത്തു മാറ്റണമെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും കരുണ പറയുന്നുണ്ട്, ഞങ്ങൾ അത് തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നതെന്നെല്ലാം പറയുന്നുണ്ട്. അങ്ങനെ ഉണ്ണിയും കരുണയും കൂടി രാത്രി തന്നെ ആരും കാണാതെ തന്നെ വാതിൽ തുറന്ന് അയ്യപ്പ വിഗ്രഹം എടുക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അങ്ങനെ പതിയെ പതിയെ വാതിൽ തുറന്നിറങ്ങുന്നതും അയ്യപ്പ വിഗ്രഹത്തിൻ്റെ അടുത്ത് ചെല്ലുമ്പോഴേക്കും കണ്ട കാഴ്ച കണ്ട് അവരാണെങ്കിൽ ഞെട്ടിപ്പോകുന്നുണ്ട്. അയ്യപ്പ വിഗ്രഹത്തെ ചുറ്റി ഒരു കരുനാഗമാണെങ്കിൽ അയ്യപ്പ വിഗ്രഹത്തിന് ഒരു സുരക്ഷ പോലെ അവിടെ ഇരിക്കുന്നത് കാണുന്നതും ഉണ്ണിയും കരുണയും അവിടെ പേടിച്ച് അലറുന്നുണ്ട്. അങ്ങനെ അയ്യപ്പ വിഗ്രഹം മോഷ്ടിക്കാൻ ഇറങ്ങിയ ഉണ്ണിക്കും കരുണയ്ക്കുമാണെങ്കിൽ ഇതുപോലുള്ളൊരു തിരിച്ചടി കിട്ടുമെന്ന് അവർ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. അങ്ങനെ അയ്യപ്പ വിഗ്രഹം എടുക്കാൻ പറ്റാതെ അവിടെ നിന്ന് തിരിച്ചു പോരുന്നതാണ് പിന്നീട് കാണിക്കുന്നത്.
അങ്ങനെ വരാനിരിക്കുന്ന വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു എപ്പിസോഡുകൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.